ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ഒരു വീഡിയോ കണ്ടാലോ. ഞാനപ്പോൾ ഷോപ്പിൽ നിന്ന് വരുന്ന സമയമാണ്. അപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ വന്ന് കയറി ബാഗ് അവിടെ വെച്ചു. പിന്നീട് ഞാൻ ഷോപ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവരും, സ്നാക്സും ഒക്കെ. അത് ടേബിളിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് പിന്നെ കുളിക്കാനൊക്കെ പോകും, നിസ്കരിക്കാൻ പോകും. അതിനുശേഷം മക്കൾക്ക് ഞാൻ പാലാട ഉണ്ടാക്കി കൊടുക്കുവാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. പാലാടയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ മക്കൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ചായ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞേ, പാലും ചായ ഒന്നും വേണ്ട, ചായ കുടിക്കത്തില്ല, പാല് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ ഞാൻ കുറച്ച് ഊതൊക്കെ പുകയ്ക്കാൻ വെച്ചു. പുകയ്ക്കുന്ന സാധാരണ ഒരു ഊത് പുകയ്ക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ കേടായി പോയിട്ടുണ്ടായിരുന്നേ. അത് കാരണം ഞാൻ ഊത് പുകച്ചത് ഇന്ന് ഇതിനകത്താണ് കേട്ടോ. ഇതാകുമ്പോൾ ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ ഇതെല്ലാം വെക്കുമ്പോൾ എനിക്ക് നല്ലൊരു സ്മെല്ലാണ്. മക്കൾ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് കുറച്ച് സ്മെല്ല് കുറവായിട്ട് തോന്നിയത് കാരണം ഞാൻ ഒന്ന് പുകയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നല്ല പുക വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ജൂലിയായിട്ട് കുറേ നേരം കളിച്ചു. അപ്പോൾ ജൂലിയാണെങ്കിൽ അവിടെ കിടക്കുന്നില്ല, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഞാൻ കുളിക്കാൻ പോയി, നിസ്കരിക്കാൻ പോയി, ഖുർആൻ ഓതാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സമയം പോയി കേട്ടോ. മക്കൾ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കുകയൊക്കെ ചെയ്യുവാണ്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന സാധനം എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ എല്ലാം നിസ്കരിച്ചിട്ടൊക്കെ വന്ന് ഇത് ടേബിളിൻ്റെ പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു, എല്ലാം ഒന്ന് പറക്കി അടുക്കി വെക്കണ്ടേ. അപ്പം ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് കാണിച്ചു. ഇത് വാഴപ്പിണ്ടിയാണ്, ഇക്കായ്ക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാനാണ്, കാരണം സ്റ്റോൺ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് അൽബൂരിയാണ്, മക്കൾ അതിനകത്ത് നിന്നൊക്കെ പൊട്ടിച്ച് തിന്നാൻ തോന്നുന്നു. പിന്നെ നാരങ്ങ മുട്ടായിയാണ്, ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലേ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. പിന്നെ എന്തോ ഒരു ഇത് സ്നാക്സാണ്, എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ പിന്നെ മുട്ടയൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒന്ന് അടുക്കി റെഡിയാക്കി സെറ്റാക്കി ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അടുത്ത ജോലി തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ആ വഴിക്ക് പോകണം. അപ്പോൾ ചെടിയൊക്കെ ഇന്ന് ഒരുപാട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് വേര് വന്ന ചെടിയൊക്കെ നടണം. പിന്നെ ഇനി വേര് വരാൻ വേണ്ടി ഞാൻ കുറച്ചിങ്ങനെ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അതാണ് എൻ്റെ ജോലി കേട്ടോ. പിന്നെ എല്ലാ ഗ്ലാസ് ബോട്ടിലും ഇരുന്ന വേര് വന്ന ചെടിയൊക്കെ ഞാൻ ചെടിച്ചട്ടി നട്ടു. അതിനുശേഷം പിന്നെ പുതിയ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെ വെക്കുമ്പോഴേക്കും വേരുണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ചെറിയ പീസ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല, കുറച്ച് സമയം കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടാറുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ വീട്ടിനകത്ത് വെക്കാൻ വേണ്ടി കുറേ മണി പ്ലാന്റുകൾ ഗ്ലാസ് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ബോട്ടിലും പ്ലാസ്റ്റിക്കിലും ഒക്കെ വെച്ചു. പ്ലാസ്റ്റിക്കിൽ വെക്കുമ്പോൾ അധികം വേര് വരുന്നില്ല കേട്ടോ, ഗ്ലാസ് ബോട്ടിൽ വെക്കുമ്പോഴാണ് വേര് കിട്ടുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ബ്ലാക്ക് കളർ, അതിനകത്ത് വെക്കുമ്പം ജസ്റ്റ് ഫ്രഷ് ആയിട്ടിരിക്കത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വെച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് കിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറേ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ നമ്മുടെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ, ഇതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന്. പിന്നെ ഈ കറിവേപ്പിലൊക്കെ ഞാൻ പെട്ടെന്ന് സിമ്പിളാവാൻ വേണ്ടി ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ഒന്ന് ബോക്സിൽ അടച്ച് വെച്ചു. അപ്പോഴേക്കും ഞാൻ ജോലിമോൾ എന്ത് ചെയ്യാൻ നോക്കിയപ്പോൾ ഏത് കട്ടിലിൽ ഇരിപ്പുണ്ട്. പിന്നെ രാത്രിലത്തെ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാർന്നേ. അങ്ങനെ ഞങ്ങൾ മഴ കാണാൻ വേണ്ടി ഞാനും അമ്മും കൂടെ പുറത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് മഴ ചാറിയതുള്ളൂ, ഭയങ്കര ചൂടാണ്. ആ ചൂടിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മഴ ചാറിയപ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മും കൂടെ മഴ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തട്ടി കളിക്കുകയാണ് രണ്ടുപേരുടെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് പോയി നിന്ന്. ഒരുപാട് മഴയൊന്നും പെയ്തില്ല, ചെറുതായിട്ട് പെയ്തേ ഉള്ളൂ. പക്ഷെ നമുക്കത് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം കുറേ ദിവസമായി മഴയൊക്കെ കണ്ടിട്ടത് കാരണം. പിന്നീടെല്ലാം മഴ തീർന്നപ്പോൾ ഞങ്ങൾ പിന്നെ അകത്തോട്ട് കയറി പോവാണ്, അമ്മും ഞാനും കൂടെ. കിച്ചു ഇല്ല കേട്ടോ, കിച്ചു ഇക്കാളുടെ റെസ്റ്റോറൻറ്റിലാണ്. പിന്നീട് ഞങ്ങൾ പിങ്കിയുമായിട്ട് കുറേ നേരം അമ്മും പിങ്കിയുമായിട്ട് കളിക്കുവാണ് കേട്ടോ. പിങ്കിയുമായിട്ട് ഭയങ്കര കളിയാണ്, അതിനെ കറക്കുക എടുക്കുക ഒക്കെ ചെയ്യണം. അപ്പോൾ തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ. സമയം കണ്ടില്ല എത്ര മണിയായത്, 9:50 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഫുഡും കൊണ്ട് വരുമോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോഴേക്കും ഓൺ അടിക്കുന്ന സൗണ്ട് കേട്ടെ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി താഴോട്ട് നോക്കിയപ്പോൾ ഇക്കായും കിച്ചും വരുന്ന ഓൺ അടിച്ച സൗണ്ടാണ് കേട്ടോ. ഇക്ക ഫ്രണ്ടിൽ കാറി വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുറകിലത്തെ കാറി കിച്ചുവാണ് ഓടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇക്കായും കിച്ചും കൂടെ 2 കാറിലായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെപ്സിയൊക്കെ കൊണ്ടുവന്നിട്ട്, ഞാനങ്ങനെ ഇപ്പോൾ പെപ്സി കുടിക്കത്തില്ല, എന്നാലും പെപ്സി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് അങ്ങനെ കൊണ്ടുവന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ അൽഫാം ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, ചില്ലി ചിക്കൻ, ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അടുത്ത വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.